ഹിസാബില്ലാതെ ഓടിപ്പോകാൻ. ഏതായി രോഗമില്ലാത്ത കൽബ് അല്ലേ? പകയില്ലാതെ പരിശുദ്ധ റബ്ബിന്റെ അടുക്കലേക്ക് പോകാൻ കഴിയാം. ഏത് നേരം പോകേണ്ടി വരുമല്ലോ. ആ സമയത്ത് കൽബില് പകയില്ലാതെ, മറ്റൊരാളോട് വിദ്വേഷമില്ലാതെ, ശത്രുസ്ഥാനത്ത് ഒരാളെ പ്രതിഷ്ഠിക്കാതെ, നമ്മളെ മറ്റൊരാള് ശത്രുവായി കാണാതെ, എല്ലാവരും നമ്മളെ മിത്രമായി കാണുന്ന രീതിയിൽ സുമുഖനായി മരിക്കാൻ കഴിയുന്നുള്ളത് ജീവിതത്തിന്റെ ഒരു അനശ്വരമായ സൗഭാഗ്യമാണ്. ഇന്നിവിടെ സിയാറ ചെയ്തപ്പോ മഖ്ബറയിൽ വെച്ചുള്ള ദുആക്കടയിൽ ഞാൻ കേട്ടുപോയി. അഭിവന്യനായ നമ്മളിൽ നിന്ന് മർഹൂമായ ഉസ്താദ് മസ്ഊദ് സഖാഫി, അൽ ഹാഫിള് മസ്ഊദ് സഖാഫി ഉസ്താദിന് വേണ്ടിയിട്ടുള്ള ദുആ. അല്ലാഹുവേ, നീ ആ മഹാനുഭാവന്റെ ബർസഹിയും ഉഖർവിയുമായ ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ആ ഖബറിൽ വെളിച്ചം നിറക്കണേ അല്ലാഹ്. പ്രഭാഷണ മണ്ഡലത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ള പ്രഭാഷകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമൊക്കെ ഒരു ആത്മമിത്രത്തെ പോലെ, ഒരു ഉറ്റ സുഹൃത്തിനെ പോലെയായിരുന്നു. എന്തിനേറെ പറയണം, ഒരു തീരാ നോവായി അവസാനിക്കാത്ത ഒരു നൊമ്പരം പോലെ. കാസർഗോഡ് ഇന്ന് എനിക്ക് പരിപാടിയുള്ള സ്ഥലത്ത് നാളെ മസ്ഊദ് സഖാഫിക്ക് പരിപാടിയാണ്. ആ ദിവസം അദ്ദേഹത്തിന്റെ ദിവസത്തിന്റെ പ്രഭാതത്തിലാണ് അഭിവന്യനായ ഹാഫിൽ മസ്ഊദ് സഖാഫി ലോകത്തോട് വിട പറയുന്നത്. അതിന്റെ പോസ്റ്റർ ഇങ്ങനെ വരുമ്പോ അതിന്റെ തലേ ദിവസം വിനീതനായ ഞാനാണ് ആ സ്ഥലത്ത്, പിറ്റേ ദിവസം അഭിവന്യനായ മസ്ഊദ് സഖാഫി ഉസ്താദാണ്. ആ മരണവാർത്ത ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ കഴിയാത്തതായിരുന്നു. അന്ന് മരണവാർത്ത അറിഞ്ഞ് ഉസ്താദിന്റെ വീട്ടിൽ പോയി. ബഹുമാന്യനായ മസ്ഊദ് ഉസ്താദ് ഇങ്ങനെ വഫാത്തായിട്ട് കിടക്കുന്ന ആ ജനാസയുടെ കിടത്തുണ്ടല്ലോ, ആ കിടത്തം കിടക്കണ മുഖത്ത് നോക്കിയാൽ അറിയാം അദ്ദേഹം എന്ത് കണ്ടിട്ടാ പോയത്. ഒരു സ്മേരം, ഒരു ശാന്തത, നല്ല പ്രഭയുള്ള വെട്ടിത്തിളങ്ങുന്ന ഒരു പ്രഭാവലയം ആ മുഖത്തുണ്ടായിരുന്നു. ശാന്ത സൗമ്യനായിട്ട് അദ്ദേഹം ഇങ്ങനെ കിടക്കുക. ആ കിടത്തം കണ്ടാൽ മനസ്സിലാകും ഒരു മുഅ്മിനായ മനുഷ്യന്റെ നിർഭയത്വം. അങ്ങനെയുള്ള മയ്യത്തുകളോടാണ് അല്ലാഹു തആലന്റെ മലക്കുകൾ, മുൻകർ നക്കീറുമാര് ആദ്യത്തെ ദിവസം ചോദ്യം ചെയ്യാൻ പേപ്പറായിട്ട് വന്നിട്ട് പിന്നെ പറയാൻ, മണവാളൻ കിടന്നുറങ്ങും പോലെ ഉറങ്ങിക്കോ സഹോദരാ. ഇന്നത്തെ ദിവസത്തിന്റെ ശേഷം നിനക്ക് ഭയം വേണ്ട, പേടി വേണ്ട, ബേജാറ് വേണ്ട. സ്വച്ഛന്തമായി, ശാന്തസ്വരൂപനായി, സ്വസ്ഥനായി ഉറങ്ങിക്കോ. അല്ലാഹുവേ, അത്തരത്തിലുള്ള ഉറക്ക് അദ്ദേഹത്തിനും ഞങ്ങൾക്കും നീ ഒരുപോലെ ഞങ്ങളൊക്കെ ഖബറിൽ പ്രദാനം ചെയ്യണേ അല്ലാഹ്. സൂഫി ഷഹീദ് പാപ്പാന്റെ ചാരത്ത്, ഹസൻ സഖാഫ് തങ്ങൾ പാപ്പാന്റെ ചാരത്ത് അല്ലാഹുവേ ഒരുപാട് അത്ഭുതങ്ങളുടെ കരവറകളുടെ സിന്ദൂരച്ചപ്പ് തുറന്ന ഒരുപാട് മഖ്ബറകളുടെ ഉറൂസിന്റെ ചാരത്ത് അല്ലാഹുവേ സാധുക്കളായി ഞങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് അവര് ചെയ്ത പോലെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല റബ്ബേ. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, ആ മഹാന്മാർ ഞങ്ങൾ മഹബത്ത് വെച്ചിട്ടുണ്ട് റബ്ബേ. ആ മഹാന്മാർക്ക് നീ ചെയ്തു കൊടുത്തതിനോട് ഞങ്ങളെ ആദരവ് കാണിച്ചിട്ടുണ്ട് റബ്ബേ. ഞങ്ങൾ